ഹലോ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വെക്കേഷനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മുടെ പാലക്കാട്ടുള്ള തനിമ ഫാം ലൈഫ്. നമ്മളുടെ ഏട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിലത്തെ ഫാമിലിയൊക്കെ കൂടിയാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ കയറി നമ്മൾ പാസ്സൊക്കെ എടുത്തു. നമ്മളുടെ കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടിത്തരും അവർ. അത് ഇനി പൂമ്പിളേ അത് അഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. വാട്ടർ പ്രൂഫാണെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ തനിമയുടെ ഉള്ളിൽ കയറി. അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂസാണ്. പുറമേ ചൂടാണെങ്കിലും ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യുന്നുണ്ട്. അതും നല്ല ചിരട്ടയുണ്ടല്ലോ, ചിരട്ടയുടെ ഗ്ലാസ്സിലാണ് കേട്ടോ വെൽക്കം ഡ്രിങ്കൊക്കെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. നമുക്ക് മാംഗോ ജ്യൂസായിരുന്നു. എൻ്റെ മോനൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ഷട്ടിലും കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ നല്ല മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ മുളകും അതുപോലെ തന്നെ നമ്മളുടെ തെങ്ങിൻ്റെ, അതായത് തേങ്ങയുടെ നാളികേരത്തിൻ്റെ കുക്കീസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം എപ്പോഴും ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും, അല്ലെങ്കിൽ 2 ഗൈഡും ഒരു ക്യാമറമാനും നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടിങ്ങിനാണ് കേട്ടോ കയറിയത്. അങ്ങനെ എല്ലാവരും ഓരോ ഫാമിലി ബോട്ടിങ്ങിനൊക്കെ കയറി അടിപൊളിയായിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത്. അത്രയും നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ച് പാടൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിന്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ ചെയ്ത് എല്ലാവരും, കുട്ടികൾക്കായാലും അതെ, അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വയസ്സായവർ മുതൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ നമ്മുടെ ടീമിലുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഈ സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ഊഴായിട്ടോ. ഞങ്ങളും ബോട്ടിങ്ങിന് ഇങ്ങനെ ചവിട്ടി പോവാണ്. ഈ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല സ്ട്രെയിൻ ഉണ്ട് ഇത് ചവിട്ടാൻ. അങ്ങനെ എൻ്റെ ഏട്ടൻ മനഃപൂർവ്വം കൊണ്ട് മറ്റേ ബോട്ടിലിടിക്കുകയാണ്. പിന്നെ നമ്മുടെ ആൾക്കാരായതുകൊണ്ട് വേറെ ചീത്തയും വഴക്കൊന്നും കിട്ടാതെ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും റിവേഴ്സ് അടിച്ച് ബാക്കിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ബാക്കിലേക്ക് പോയി, വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി. അങ്ങനെ അടിപൊളി സ്ഥലമാണ്. വെള്ളവും അതുപോലെ തന്നെ പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയാക്കിങ്ങിന് പോയി, ഞാനും ഏട്ടനും. അത് കഴിഞ്ഞ് സ്കൈ ലൈനിൽ ഓരോരുത്തർ കയറുമ്പോൾ ഓരോ കമൻറ്റും പറഞ്ഞ് നമ്മളവിടെ നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പേടിയുണ്ടേ. അങ്ങനെ ഓരോരുത്തരായിട്ട് സിപ്പ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. സംഭവം കുറച്ചുണ്ട് കേട്ടോ ദൂരം, എന്നാലും കുറേയൊന്നുമില്ല. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, എന്നാലും വലിയ പേടിയൊന്നുമില്ല. ഈ ചേട്ടനാണ് കേട്ടോ ഇതിൽ മെയിൻ. ഈ ചേട്ടൻ വലിയ ട്രക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ആ ചേട്ടനൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആളിങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവാറുണ്ടേ. അതുകൊണ്ട് ആൾക്ക് ഇതൊന്നും വലിയ പുത്തരിയൊന്നുമല്ല. ആളുടെ വൈഫാണ് കേട്ടോ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ആൾ പോകുന്നതാണ്. ആൾ പോയി. തൊട്ട് പിന്നിക്കൂടെ ചേട്ടനും പോകുന്നുണ്ട്. അങ്ങനെ അവർ പോയി കണ്ടോ. ആ ചേട്ടൻ ഒറ്റക്കൈയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ എല്ലാം ബാക്കിയുള്ളവരും എല്ലാവരും പോയിട്ടോ. എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് പോയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വയസ്സായവർ വരെ അവർക്കും ഒരു പേടിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു അവർക്ക് പേടിയൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ അവരൊക്കെ എന്ത് കൂളായിട്ടാണെന്ന് അറിയോ പോകുന്നത്. അപ്പോഴാണ് മനസ്സിലായേ അവർക്കല്ല, നമ്മുടെ ഉള്ളിൽ മാത്രമേ പേടിയൊക്കെ ഉള്ളൂ എന്ന്. വയസ്സായവർ പോട്ടെ, അത് കഴിഞ്ഞ് കുഞ്ഞു കുട്ടികളടക്കം പോയിന്നേ. എല്ലാവരും ഇൻസ്ട്രക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവില്ല, എന്നാലും തലയൊക്കെ ആട്ടി നമ്മൾ പതുക്കെ അവിടെ നിന്നിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ ഊഴം കഴിഞ്ഞു കേട്ടോ. അവർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാണ്. അവർ കയ്യൊക്കെ പിടിച്ചാൽ പോകുന്നേ കണ്ടോ, എന്ത് രസമായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഞാനും ഏട്ടനെയും കൈയൊക്കെ പിടിച്ചൊന്ന് പോയാലോ, എന്ത് രസമാവില്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച്. അപ്പോൾ നമ്മൾ കൈ പിടിച്ച് പോകുമ്പോൾ നമുക്ക് അടുത്തേക്ക് നമ്മളുടെ ക്യാമറ ഫേസിൽ വരണമെങ്കിൽ നമുക്ക് ഡ്രോൺ സെറ്റ് ചെയ്യാം. ഡ്രോണിന് എക്സ്ട്രാ ഒരു 500 രൂപ കൊടുക്കണം കേട്ടോ. അങ്ങനെ അടുത്ത ഫാമിലി പോയി. അതുപോലെ ഇവിടുത്തെ എൻട്രൻസ് പാസിന് ഫീസ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ പാക്കേജാണ് എടുത്തത് കേട്ടോ. നോർമൽ പാക്കേജിന് ഒരാൾക്ക് പെർ ഹെഡ്
രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ 1700 രൂപയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ രാവിലെ കയറുമ്പോൾ മുതൽ ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഫുഡും എല്ലാം ഫ്രീ ആണ് കേട്ടോ. എൻ്റെ മോളാണ് കേട്ടോ ഭയങ്കര ധൈര്യത്തിലാണ് നിൽക്കുന്നത്. പേടി എനിക്കാണ്, ആൾക്കൊരു കൂസലും ഇല്ല. ആളിതേ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് കാണുമ്പോൾ ഉള്ളിടിക്കുന്നുണ്ടെങ്കിലും അവൾ ഹാപ്പി ആയപ്പോൾ ഞാൻ ഹാപ്പിയായി. അങ്ങനെ മോളുടെ ഇപ്പുറത്ത് ഇരിക്കുന്ന ആളുണ്ടല്ലോ, ആള് നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും പേടിത്തൊണ്ടിയാണ് കേട്ടോ. എന്നിട്ടും ആള് പോകുന്നുണ്ടേ. അങ്ങനെ അടുത്തത് നമ്മുടെ ഊഴാണ് കേട്ടോ. ഞാനും ഏട്ടനും. ഞങ്ങൾ പിന്നെ ഭയങ്കര ചെറുതായതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ പോകാൻ പറ്റുമെന്ന് ഡൗട്ടായിരുന്നു. കാരണം ഇതിന് താങ്ങാനുള്ളൊരു പരമാവധി വെയിറ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡ്രോണൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നല്ല സ്റ്റൈലായിട്ട് പോയി വരാമെന്ന് വെച്ചിട്ട് നമ്മളിതാ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് കപ്പിൾ ഫോട്ടോഷൂട്ടും കുറച്ച് വീഡിയോസൊക്കെ വേണം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ച് അതൊക്കെ കഴിഞ്ഞു. അവർ ഹാപ്പി ആയിട്ടോ, അവരും ഹാപ്പി, നമ്മൾ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ കുറേ നേരം നടന്നതുകൊണ്ടും കുറേ നേരം വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ടും അവർ ഒരു ഇലക്ട്രിക് വണ്ടി നമുക്ക് തന്നു കേട്ടോ അപ്പുറത്തേക്ക് പോവാൻ. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ് കേട്ടോ. കുറച്ച് അപ്പോൾ വയ്യാണ്ടാവില്ല. കാരണം ഈ ചെറിയ കുട്ടികളും അതുപോലെ വയസ്സായവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ടീമിൽ കുറേ പേര് മീനിന് കാലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. മീൻ നമ്മുടെ കാലൊക്കെ വൃത്തിയാക്കി തരൂത്രേ. എനിക്ക് ഇക്ലി ആവുന്നതുകൊണ്ട് ഞാൻ വെച്ചില്ല. ഞാൻ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ട്രക്കിങ്ങിനും എന്താ പറയുക ഇതിന് കുറേ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി. കയറമ്മക്കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഈ കയറാടുന്ന പോലെ നമ്മുടെ ഉള്ളും കിടന്ന് ആടുന്നുണ്ടെന്ന് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ചിരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എവിടെ നിന്ന് എനിക്കറിഞ്ഞൂടെ എൻ്റെ കൈ വിറയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ചേട്ടന് പിന്നെ ഒന്നും പ്രശ്നമല്ലല്ലോ. ആ ചേട്ടൻ അടിപൊളിയായിട്ട് അവിടുന്ന് ഈസി ആയിട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇളക്കല്ലേ, എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ ചേട്ടൻ വന്ന് കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണിച്ച് അവശമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നല്ല കരിക്ക്. ഇതിനും പൈസയൊന്നും കൊടുക്കണ്ട. നമ്മൾ പറഞ്ഞില്ലേ അവിടെ കയറി ഇതൊക്കെ നമുക്ക് അവിടെ ഫ്രീ ആണ്. ഓരോരുത്തർക്കും ഓരോ കരിക്ക് വീതം. അതവർക്ക് ഭക്ഷണം തരുന്നതിൽ ഒരു പിശുക്കും ഇല്ല കേട്ടോ. എൻ്റെ മോൻ വലിയ കാര്യത്തിൽ ഏറ്റവും വലിയ വണ്ടിയുമ്പോൾ നോക്കി കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ അതൊന്നും എടുത്ത് ഓടിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ആ നിലയ്ക്കാണ് അവൻ കയറിയിരിക്കുന്നത്. അങ്ങനെ അതിൽ കയറിയിരുന്ന് ഇങ്ങനെ ആക്സിലേറ്ററൊക്കെ കൊടുക്കുകയാണ്. ഭാഗ്യത്തിന് ആ വണ്ടി കേടായിരുന്നു. അങ്ങനെ പെട്ടിപ്പുറത്ത് കയറ്റിയിരിക്കുന്ന വണ്ടിയിലാണ് അവൻ കയറിയിരുന്ന് ഈ മാതിരി അഭ്യാസം കാണിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്നു കേട്ടോ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ സദ്യ, നല്ല ഒന്നാം തരം സദ്യ. അത് നോണും ഉണ്ട് വെജും ഉണ്ട്. വെജുകാർക്ക് സദ്യക്ക് നമ്മൾ നോർമൽ കാണാറുള്ള എന്താ പറയുക പുളിഞ്ചി, മാങ്ങക്കറി, ചുട്ട വറുത്ത മുളക്, പിന്നെ തോരൻ, അവിയൽ, ചീരത്തോരൻ, പിന്നെ കാളൻ, മാമ്പഴക്കൂട്ടാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും. പിന്നെ നമ്മളുടെ നോൺകാർക്ക് അവർക്ക് മീൻകറി, നല്ല അടിപൊളി മീൻകറി, ചിക്കൻ കറി, അതുപോലെ തന്നെ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ടേ. അതുപോലത്തെ ഫുഡാണ്. എൻ്റെ മോൻ്റെ കുഞ്ഞു കൈയാണ് കേട്ടോ കാണുന്നത്. പപ്പടം മുഴുവൻ പൊട്ടിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ചിക്കനൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ്. എന്താ പറയുക, മനസ്സും വയറും നിറയാന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു ഊണായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് അടിപൊളി ഒരു പായസവും കഴിച്ച് അവിടുന്ന് പതുക്കെ ഇറങ്ങിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് വലിയ അഡ്വഞ്ചറൊന്നുമല്ല, ഒരു ആമക്കുട്ടനല്ലേ, അതും ഒരു കുഞ്ഞാമക്കുട്ടൻ. അതുകൊണ്ട് എല്ലാവർക്കും അതിന് ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് കുഞ്ഞു ആവകൾക്ക്. കണ്ടോ ആമിക്കുട്ടിയൊക്കെ ആമക്കുട്ടനെ ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞ് കൈ നീട്ടി നിൽക്കുകയാണ്. ആമിക്കുട്ടിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ആമിക്കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ആൾ വന്നത്. അയ്യോ, ഞാൻ ഇന്ന് ഡാൻസ് കളിക്കുന്നതല്ല, പേടി കൊണ്ട് ഒരു വിറ വന്നതാണ്. ഞാനപ്പോൾ ജസ്റ്റ് അത് ഡാൻസായിട്ടൊന്ന് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുകയാണല്ലോ, വെറുതെ എന്തിനാ ഓവറാക്കുന്നതെന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ വല്ലാതുള്ള പെർഫോമൻസ് കണ്ടിട്ട് അവിടെ ഉള്ളവർ ചോദിച്ചു കഴുത്തിലിട്ട് തരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്.
അങ്ങനെ എൻ്റെ ഉത്തരക്കുട്ടി ആമക്കുട്ടീനൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് ARMലെ മറ്റേ ആമക്കുഞ്ഞിൻ്റെ പാട്ട് ഓർമ്മ വന്നു അത്രേ. അങ്ങനെ എല്ലാവരും മാറി മാറി ശ്രേയക്കുട്ടിയൊക്കെ പാമ്പിനെ എടുത്ത്, ആൾക്ക് വലിയ പേടിയൊന്നും മുഖത്ത് കാണാനില്ല, പേടിയൊന്നുമില്ല എന്നാണ് പറയണേ. അങ്ങനെ എൻ്റെ മോളും ആമക്കുട്ടനെയൊക്കെ എടുത്ത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ആൾ ക്യൂവിലാണ് ആമക്കുട്ടനെ എടുക്കാൻ. അങ്ങനെ ആമക്കുട്ടനെ കഴിഞ്ഞ് നമ്മൾ ഇഗ്വാനയുടെ അടുത്ത് പോയി. ഇഗ്വാന എടുക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു ശ്രദ്ധിക്കണം, കാരണം കൈ അനക്കി അത് നമ്മുടെ മേലേക്ക് കയറി വരുന്നു. അതുമാത്രമല്ല അതിന് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട്, കാരണം അതിൻ്റെ നഖമുണ്ട്, അതിൻ്റെ കയ്യുമ്മയും കാലുമ്മയും ഇങ്ങനെ ഒരു നഖമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇറക്കി പിടിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരും കേട്ടോ. കൈ അനക്കരുതെന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് അത് കഴിഞ്ഞ് നമ്മളുടെ ബൊമ്മക്കുട്ടിയൊക്കെ ഇല്ലേ, നമ്മളുടെ പിള്ളേരുടെ അതുപോലത്തെ ഒരു പട്ടിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് വില കുറയ്ക്കുന്നതല്ല, സംഭവം ഇതിന് 1,00,000-ന് മുകളിൽ വില ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മളുടെ നിറച്ച് ബോഡിയുള്ള പൂച്ചക്കുട്ടന്മാരില്ലേ, അങ്ങനത്തെ പൂച്ചക്കുട്ടന്മാരുടെ അടുത്ത് പോയി. അതും കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറാൻ പോയിട്ടോ. ഈ ട്രെയിൻ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മിഥുനം സിനിമ ഓർമ്മ വന്നു. അതുപോലെയായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലി അടക്കം പോയിട്ട് ട്രെയിനിലൊക്കെ കയറുമ്പോൾ നമ്മളങ്ങനെ കൂടുതൽ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടല്ല ട്രെയിനിൽ കയറിയത്. പക്ഷേ ട്രെയിൻ ഓണാക്കിയപ്പോഴേ അതിന് ശരിക്കും ട്രെയിനിൻ്റെ സൗണ്ടും മണിയുടെ ശബ്ദമൊക്കെ ആയിട്ട് ഒരു വൈബായിരുന്നു കേട്ടോ. ട്രെയിനിൽ പോകുമ്പോൾ എല്ലാവരും നന്നായിട്ടത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾ മാത്രമല്ല വലിയവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ കുഞ്ഞും ചെറിയ കുട്ടിയൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പ്രായമായിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ട്രെയിൻ യാത്ര അധിക ദൂരമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ദൂരം, അതൊരു 2 റൗണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും കേട്ടോ. അങ്ങനെ ട്രെയിൻ പോണ വഴിയാണിത്. നമ്മൾ നോർമൽ ട്രെയിൻ പോണ വഴി പോലെയല്ല, നോർമൽ വഴിയാണ് കേട്ടോ. അങ്ങനെ ട്രെയിൻ എത്തി. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈവൻ വലിയ ആൾക്കാർ പോലും, അതായത് വയസ്സായ നമ്മളുടെ ഏറ്റവും മുതിർന്ന കാർന്നവരാണ് കേട്ടോ, ആൾ പോലും അത് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുട്ടികളെ പാർക്കും അതുപോലെ തന്നെ മീന് തീറ്റ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ മീനിന് ഇങ്ങനെ കയ്യിൽ തീറ്റ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അവർ ഇപ്പോൾ വച്ച് പിടിപ്പിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ എപ്പോഴും ഈർപ്പമാണ്. നമുക്ക് ഇപ്പോൾ പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര കൂളിംഗ് ആണ്. അവരൊരു കാട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം 6 സെൻറ്റേ ഉള്ളെങ്കിലും അവരത് അത്യാവശ്യം നല്ല രീതിയിൽ കാട് പോലെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വെള്ള ചെടി, സാധാരണ പച്ചയിലല്ല, ഒരു വെള്ള, നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ സ്റ്റോറിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. ചിരട്ടുകൊണ്ടുള്ള വൈൻ ഗ്ലാസും അതുപോലെ തന്നെ ചായക്കപ്പൊക്കെ കണ്ടപ്പോൾ ഒരു ക്യൂട്ട്നെസ് തോന്നി, വെറുതെ വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ. അതുപോലെ ഇത് ബാമ്പുവിൻ്റെ ഫ്ലാസ്ക് ആണ് കേട്ടോ, ബാമ്പു ഫ്ലാസ്ക് ആണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ചീനവലയുടെ അടുത്തേക്ക് പോയി. ചീനവലയുടെ അടുത്ത് പോയി ചീനവല താഴത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ. അവർ കെട്ടഴിച്ചു വിട്ട് ചീനവല താഴത്തേക്ക് മുട്ടിച്ചു. ഇനി അവിടെ തീറ്റ ഇട്ട് കൊടുത്താൽ മീൻ കയറും, പക്ഷെ ഒറ്റ മീനും കിട്ടില്ലെന്നാണ് അവർ വാദിച്ചത്. അപ്പം എന്താന്ന് നോക്കാൻ നമ്മൾ ജസ്റ്റ് അവിടെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് മീനെ പതുക്കെ വലിച്ച് ചീനവല ഇങ്ങനെ പിടിച്ച് വലിച്ച് കയറ്റുകയാണ് കേട്ടോ നമ്മുടെ ചേട്ടന്മാർ. അങ്ങനെ ചീനവല പൊന്തി വരുമ്പോൾ അതിൻ്റെ ഉള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചാടിപ്പോയെന്ന് അവർ പറഞ്ഞത് സത്യമാണ്, ചാടിപ്പോയി. സത്യത്തിൽ ചാടിപ്പോയതല്ല കേട്ടോ. കണ്ടോ, നടുവിലൊരു ഹുക്ക് മുകളിലേക്ക് കെട്ടിയിരിക്കുന്നത്. ആ ഹുക്ക് താഴത്തേക്ക് ഇട്ടാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ മീൻ കൊടുങ്ങുള്ളൂ. നമുക്കത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെ മീനൊക്കെ ചാടിപ്പോയി. അത് കഴിഞ്ഞ് നല്ലൊരു കഥകളി രൂപം കേട്ടോ. നല്ല രസമുണ്ടല്ലേ, അത്യാവശ്യം 3D എഫക്റ്റൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഡാൻസ് കളിച്ചാലോ. കഥകളിയല്ല, ഒരു മാർഗ്ഗമില്ലാത്ത കളി. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലൂപ്പറായിട്ടെങ്കിലും നമ്മൾ ആ ഡാൻസ് വീഡിയോ അവിടെ ചെയ്തു കേട്ടോ. എൻ്റെ മോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും സിപ്പ് ലൈനിൽ കയറാൻ പോയി. അങ്ങനെ ഊഞ്ഞാലും അതുപോലെ തന്നെ പ്ലേഡിയും അമ്പെയ്ത്തും ഒക്കെ ഉണ്ട്. വളരെ കണ്ണിങ് ആയിട്ട് അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ അമ്പും വില്ലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറേ നേരമായി ഉന്നം പിടിച്ചു തുടങ്ങിയിട്ട്. കറക്റ്റായിട്ട് കൊണ്ടു കേട്ടോ. അങ്ങനെ അടുത്തത് വോളിബോളാണ്. അതും കളിച്ച് അതുപോലെ കുട്ടികൾക്ക് നല്ല ക്യാൻഡിയൊക്കെ കൊടുത്ത്
അല്ല ഹാപ്പി ആയിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ തണലത്തിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി ദേ വയസ്സായവർ വിശ്രമിച്ച് അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി അവർക്ക് കമ്പനിയൊക്കെ കൊടുത്ത് ഏറ്റവും മുതിർന്ന ആളിതാ എൻ്റെ മോനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുതിരസവാരിക്ക് പോയിട്ടോ. അങ്ങനെ കുതിരസവാരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല കരിക്കും ആ കരിക്ക് കൂട്ടി കഴിക്കാൻ നല്ല ശർക്കരയൊക്കെ വെച്ചിരിക്കുന്നു. അതും കഴിച്ച് നേരെ കയറുണ്ടാക്കാനും അതുപോലെ തന്നെ മൺപാത്രം ഉണ്ടാക്കാനും പോയി. അത് കഴിഞ്ഞ് കുറച്ച് പേര് നോക്കുമ്പോൾ ദാ പോകുന്നു. എന്നാ വേണ്ട, എന്നാൽ അവർ പോട്ടെ, പോയവർ പോട്ടെ, നമുക്ക് വീണ്ടും ഒരു റീലെടുക്കാന്ന് പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നു. സത്യത്തിൽ ഈ പാട്ട് പഠിപ്പിക്കുന്ന പോലെ അവരാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ, തനിമ ഫാം ലൈഫിൻ്റെ ഓണറാണിത്. ആള് അടിപൊളിയാണ്. എല്ലാവരോടും അഭിപ്രായമൊക്കെ ചോദിച്ച് അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദേ ഹസ്കി കുട്ടൻ വരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ഹസ്കി ഡാൻസ് കളിച്ചാലോ, പിന്നെ ഓവറാക്കി ചളാക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നേരെ കാട്ടിലേക്ക് വിട്ടു. നമ്മളുടെ നേരത്തെ പറഞ്ഞ കാടേ. അത് കഴിഞ്ഞ് കുറച്ച് അവരുടെ കൃഷിയും കാര്യങ്ങളും അതുപോലെ തന്നെ ജൈവ കൃഷിയും ജൈവവളവും മണ്ണിര കമ്പോസ്റ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് 2 ചേട്ടന്മാർ വീണ്ടും ചീനവല വലിക്കാൻ പോയിട്ടുണ്ട്. ചീനവല വീണ്ടും ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്കൈ സൈക്ലിങ്ങിന് പോയിട്ടോ. ഇവരൊക്കെ എന്ത് കൂളായിട്ടാണ് ചവിട്ടി വരുന്നത്. ഞാനവിടെ നിൽക്കുന്നുണ്ട്, വേണോ വേണ്ടെന്ന് വെച്ചാൽ നിന്നിട്ട് അവസാനം എന്നാൽ പിന്നെ ഞാനൊരു കൈ നോക്കാന്ന് വെച്ച് ഞാനും അങ്ങോട്ട് ചവിട്ടി. അത് കഴിഞ്ഞ് സ്കൈ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഏട്ടനൊക്കെ പൂളിലിരിക്കുകയാണേ. എൻ്റെ മക്കൾ പൂളിൽ ഇറങ്ങി കുളിക്കാനും തുടങ്ങി. അങ്ങനെ പൂളിൽ ഒരാൾ കണ്ടോ, പൂളിൽ ഇതുമ്മ കിടന്നുറങ്ങുന്നു. അപ്പോഴേ മനസ്സിലായേ പൂളിലും കിടന്നുറങ്ങാലോ എന്ന്. അങ്ങനെ ആൾ സുഖമായിട്ട് പൂളിൽ കിടന്നുറങ്ങുക. പക്ഷെ ഏട്ടൻ പൂളിൽ നിന്ന് എടുത്തപ്പോൾ ഉറക്കമുണർന്ന് കരച്ചിൽ. ഈ ചേട്ടനൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അവൻ പൂളിൽ കിടന്ന് ഉറങ്ങണ കണ്ടിട്ട് ഞാൻ വന്ന് ശരിക്കും നോക്കി അവൻ ഉറങ്ങുക തന്നെയാണോന്ന്. ശരിക്കും അവൻ ഉറങ്ങുക തന്നെയാണ്. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്നിട്ട് അവിടെ ടേബിളുമ്മ കിടത്താന്ന് വെച്ച് നോക്കിയപ്പോൾ കരച്ചിൽ. ഇവിടെ ചേട്ടന്മാർ ഭയങ്കര ഡൈവിങ് ആണ് കേട്ടോ. ഇവർക്ക് പുഴയൊക്കെ ശീലമായതുകൊണ്ടാണ് കയറിപ്പോകുന്നത്. എൻ്റെ മോളാണ് കേട്ടോ. ഇപ്പം ഇതിൽ കൂടെ പറഞ്ഞ കാണാം. പേടിച്ചിട്ടാണ് വന്നെങ്കിലും ഏട്ടൻ ഇവിടെ എത്തിയപ്പോൾ ഹാപ്പി ആക്കിയോണ്ട് ആൾ ഉഷാറായി നിൽക്കുന്നുണ്ട്. ആളെ വെയിറ്റ് ചെയ്താട്ടോ ഏട്ടൻ നിൽക്കുന്നത്. അങ്ങനെ എത്തി ഇപ്പം എത്തൂട്ടോ. അങ്ങനെ എത്തി. ഒന്ന് പേടിച്ചെങ്കിലും ഏട്ടൻ ഒന്ന് ഹാപ്പിയാക്കി. അപ്പം ആൾ ഓക്കെ ആയിട്ടോ. അങ്ങനെ വീണ്ടും അവൾ പോയിക്കാണ് കേട്ടോ. വീണ്ടും വരാൻ ആൾക്ക് രസം പിടിച്ചു. അങ്ങനെ അവൾ വീണ്ടും വന്നു. ഏട്ടൻ വീണ്ടും അവളെ ഹാപ്പിയാക്കി. അങ്ങനെ അവൾ ഫുൾ ഹാപ്പിയായി, ഫുൾ ഓണായി. അപ്പോൾ എന്നാൽ നമുക്കും ഒന്ന് പോയാലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ചേട്ടന്മാരും ഇതിൻ്റെ ഉള്ളിൽ കയറി പണ്ടത്തെ നൊസ്റ്റാൾജിയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതായത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവർ നിർത്തിയിട്ടൊന്നുമില്ല, നിർത്താനിട്ട് ഉദ്ദേശവുമില്ല. അവർ വീണ്ടും വീണ്ടും ഇത് തന്നെ ഒരു അവസരം എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. ഇവർ ശരിക്കും ചെറിയ കുട്ടികളായ പോലെയാണ് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് പൂളിലെ കുറേ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൻ ഡാൻസിന് പോയി. അടുത്ത ചെറിയ കുട്ടിയാട്ടോ. നമ്മുടെ ഏറ്റവും മുതിർന്ന ചേട്ടനാണിത്. ആ ചേട്ടനാണ് ഇത്ര എൻജോയ് ചെയ്ത് അവിടെ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും അവരുടെ ടെൻഷൻസിൻ്റെയും അവരുടെ കുറേ ഡെയിലി ലൈഫിലത്തെ കുറേ കാര്യങ്ങളുടെ ഉള്ളിൽ അവരിതൊക്കെ ചെയ്യുമ്പോൾ അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ ചായയൊക്കെ കുടിച്ച് നല്ല കപ്പയും കൊള്ളിയും ഒക്കെ കഴിച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഈ ഊഞ്ഞാൽ കണ്ടപ്പോൾ എന്നാ ഒന്ന് ആടിയാലോ വെച്ച് ഞാൻ അതുമ്മ കയറിയിരുന്ന് ആടാനും തുടങ്ങി. കണ്ടോ പഴയ കുറേ കൃഷിക്കാലത്തെ കുറേ ഉപകരണങ്ങളും ഒരു കർഷക സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. ഇവിടെ ചെറുതായിട്ട് മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വൈബാണ് ഈ സ്ഥലം. അങ്ങനെ നമ്മളിതാ ഊഞ്ഞാലൊക്കെ ആടി ഒരു പാട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ നല്ല റീലൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലാട്ടം. അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ നല്ല ഇഷ്ടമായി. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയ, ഒരു മ്യൂസിക്കും. പിന്നെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് അത്യാവശ്യം ഉറങ്ങാനുള്ളൊരു ഫീലും. ആ നേരത്താണ് എന്നാൽ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ വീട്ടമ്മമാരെ ഈ മസാജിൻ്റെ കാര്യമൊക്കെ നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇത് കിട്ടുന്നത് ഭയങ്കര റിലീഫാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറാമാൻ. നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ഗൈഡും ക്യാമറാമാനാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വീഡിയോ ഒക്കെ എടുത്തു. നമ്മളിതേ പോവാൻ തയ്യാറെടുക്കുകയാണ്. ഇതായിരുന്നു കേട്ടോ നമ്മളുടെ ഗൈഡ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്, മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ട്, അത്രയും തൃപ്തിയോടുകൂടിയാണ് കേട്ടോ ഇവിടെ നിന്ന് മടങ്ങുന്നത്.
എല്ലാവരിലും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. എന്നാൽ ഇത്ര വേഗം കഴിഞ്ഞോളോ എന്നുള്ളൊരു ഒരു പരാതിയുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ കൊടുത്ത കാശ് ഇവിടെ മുതലാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇനിയും കാണുന്നവരെ ബായ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. എൻ്റെ മോൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല കേട്ടോ, പിറന്നാൾ നമ്മൾ നാളാണ് കൂടുതൽ ആഘോഷിക്കുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്താണ്, അത്രേ ഉള്ളൂ. പക്ഷേ പിറന്നാൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് എൻ്റെ മോൻ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് ജനിച്ചിരിക്കണേ. അതെനിക്ക് വടക്കുന്നാഥൻ തന്ന അനുഗ്രഹമായിട്ടാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മോൻ്റെ പിറന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അതാണ് കേട്ടോ ഈ കത്തി വേഷമൊക്കെ. അങ്ങനെ അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള ആൾക്കാർ റെഡിയാവാത്തതുകൊണ്ട് എന്നാൽ പിന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് പോയാൽ വന്നാൽ അത് ലാഭമായല്ലോ വെച്ചിട്ട് ഞാൻ ആ ചിട്ടിയ സാരിയൊക്കെ കൊടുത്ത് കഷ്ണമൊക്കെ അരിയാണ്. നമ്മൾ അവിയലിനുള്ള കഷ്ണമാണ് കേട്ടോ അരിയുന്നത്. അവിയലിനുള്ള മുരിങ്ങക്കായും പയറും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാ കഷ്ണങ്ങളും അരിയുന്നുണ്ട്. പിന്നെ നമ്മളുടെ അവിയൽ എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറികളും കൂടിയതാണല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ പറയാറുള്ളത് അവിയലിന് കഷ്ണം അരിയുമ്പോൾ എല്ലാ പച്ചക്കറികൾക്കും ഒരേ വീതിയും നീളമൊക്കെ ആവണത്രേ, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ എന്നാണ്. അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു പരിധി വരെ ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മോളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പണിയൊന്നും എടുത്ത് ശീലമില്ല. പക്ഷേ എന്തോ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛൻ അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തൊട്ട് ഈ വിശേഷ ദിവസങ്ങളിൽ സദ്യ ഉണ്ടാക്കുക അച്ഛനാണേ. അപ്പോൾ അച്ഛൻ സദ്യ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി എടുത്തതാ മല്ലിപ്പൊടി എടുത്തതാന്ന് പറഞ്ഞ് നമ്മളെ അവിടെ തൊട്ടടുത്ത് വെറുതെ നിർത്തും. വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ആ പൊടികൾ അച്ഛൻ പറയുന്ന പോലെ എടുത്തു കൊടുക്കുക. പക്ഷെ അങ്ങനെ കണ്ട് എനിക്കിപ്പോൾ കറികൾ ഉണ്ടാക്കാനൊന്നും വേറെ ആളുടെ സഹായമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്കങ്ങനെ ആരോടും ചോദിച്ചു ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ കണ്ട് ശീലിച്ചത് ഒരു പരിധി വരെ എനിക്ക് സഹായമായിട്ടുണ്ട്. എന്നാൽ ഞാൻ അവിടെ പണിയെടുത്തിട്ടില്ല താനും. അങ്ങനെ എല്ലാ കറികളും നമ്മൾ റെഡിയാക്കാൻ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവിയലിനുള്ള കഷ്ണം, വെള്ളരിക്ക, അതുപോലെ തന്നെ കായ, ചേന, പയറ്, ക്യാരറ്റ്, പിന്നെ ചെറിയ ചെറിയ കോവയ്ക്ക അമ്മ പറയും പിറന്നാളിൻ്റെ അന്ന് കഷ്ണങ്ങളിൽ കോവയ്ക്ക ഇടില്ല അത്രേ. അതുകൊണ്ട് കോവയ്ക്ക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അരിയുന്നത് വെള്ളരിക്കയാണേ. നമുക്ക് അവിയലിൻ്റെ പാകത്തിന് ഒരു കറക്റ്റ് കുഞ്ഞ് വെള്ളരിക്ക തന്നെ കിട്ടിയേനും. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നുണ്ട് നീ അമ്പലത്തിൽ പോയിട്ട് വാ എന്നിട്ട് ചെയ്യാമെന്നൊക്കെ. അതിന് ഞാൻ മാത്രം റെഡിയായ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനെന്താ നിൽക്കുകയാണ്. അങ്ങനെ വെള്ളരിക്കൊക്കെ നല്ല രസമായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് 3 മക്കളാണേ. 3 മക്കളുടെയും പിറന്നാൾ നമ്മളിങ്ങനെ തന്നെ ആഘോഷിക്കാറ്. ആ 3 മക്കളുടെ പിറന്നാളിനും എന്തൊക്കെ നേരമില്ലെങ്കിലും സദ്യ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് എൻ്റെ കൈ കൊണ്ട് തന്നെ വച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. കാര്യം എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിലും ഏട്ടൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസം. അങ്ങനെ ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അതെന്തെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിന് ഒരു തൃപ്തിയാണ്, ഒരു സന്തോഷമാണ്. അവരുണ്ടാക്കിയ തൃപ്തി ആവില്ലെന്നല്ല, എന്നാലും നമ്മുടെ ഒരു ഇത്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കഴിയാറായി. അപ്പോൾ ഏട്ടൻ എന്നെ വിളിക്കുന്നുണ്ട്, വാ ഇനി അമ്പലത്തിൽ പോയിട്ടാവാന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഞാനിപ്പോൾ വരാം. അമ്മോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാം, കഷ്ണമൊക്കെ അരിഞ്ഞു വെച്ചോളൂ, മാമ്പഴ കൂട്ടാൻ അമ്മ ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ വിളിച്ചു അതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മ മാമ്പഴക്കൂട്ടാനും അതുപോലെ തന്നെ സാമ്പാറിനുള്ള പരിപ്പും ഒക്കെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനാണേ അത്. ഇങ്ങനെ മക്കളുടെ പിറന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും അടുക്കളയിൽ. അവർക്കൊക്കെ കൊച്ചുമക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കാനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മാമ്പഴക്കൂട്ടാൻ റെഡിയായി. ഞാൻ അവിയലിനുള്ള കഷ്ണം അടുപ്പിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്.
അങ്ങനെ ദാ ഊതി ഊതി ഒരു പരുവായെങ്കിലും അടുപ്പ് ചതിക്കത്തൊന്നുമില്ല. ഇതാ അടുപ്പത്ത് ഇതാ കഷ്ണമൊക്കെ ഇരുന്ന് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് നാളികേരവും കുറച്ച് ജീരകവും ഒരു 2 ചെറിയുള്ളി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലിട്ട് ഒന്ന് ഇളക്കി കുറച്ച് പച്ച കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി നന്നായി ഓരോ കഷ്ണങ്ങളും വിട്ട് വിട്ട് കിടക്കുന്ന അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിയൽ റെഡിയായി. ഇതാ ഞാൻ ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പ് കുറച്ച് നമ്മൾ അടുപ്പിലൊന്ന് ഇടും കേട്ടോ. അത് ഗണപതിക്ക് കൊടുക്കുക എന്നുള്ള ഒരു നമ്മുടെ വിശ്വാസമാണ്. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇപ്പം നമ്മൾ ഗണപതി സേവയൊക്കെ നടത്തില്ലേ, ഗണപതി ഹോമമൊക്കെ, അതുപോലെ അച്ഛൻ എന്തുണ്ടാക്കിയാലും ആദ്യം കുറച്ച് അടുപ്പിലേക്ക് എടുത്തിടും. ഗണപതിക്കാന്ന് അച്ഛൻ പറയാം. അത് കണ്ട് ശീലിച്ച എനിക്ക് അത് തന്നെയാണ് കേട്ടോ എൻ്റെ ശീലവും. അത് അടുപ്പിൽ വയ്ക്കുമ്പോഴാണ് കേട്ടോ ഞാൻ കൂടുതൽ ചെയ്യാറ്. അങ്ങനെ അവിയൽ റെഡിയായി. അടുത്തത് ഇതാ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ പരിപ്പിൽ മത്തങ്ങയും അതുപോലെ തന്നെ തക്കാളി ഇട്ട് വേവിച്ചിട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങൾ നമ്മളുടെ വെണ്ടക്കായും മുരിങ്ങക്കായും അതിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാമ്പഴക്കൂട്ടാൻ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന്, അതിനെ വറുത്തിടാൻ പറഞ്ഞിട്ട് അമ്മ പോയിട്ടോ. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ചീഞ്ചട്ടി, ഇത് ഞാൻ ഒരു രസം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ നമ്മളുടെ വറുത്തിടലിന് ഏറ്റവും നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. കാരണം കുറച്ച് എണ്ണയെ ചിലവാവുള്ളൂ. അങ്ങനെ എണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് മാത്രമേ വേണ്ടേ, ഉലുവ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഉലുവപ്പൊടി ആ മോരുകൂട്ടാനിലിട്ടാലും മതി. അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് പൊട്ടി അതിൻ്റെ ചുവന്ന നിറമായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് പെട്ടെന്ന് തീ ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പക്കട ഉണ്ടല്ലോ, അതുകൊണ്ടെടുത്ത് നമ്മുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നൊരു ശബ്ദം വരുവേ. ഞാൻ അത് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ, ഞാൻ അത് കയ്യിൽ നിന്നിട്ടതാണ്. അങ്ങനെ മാമ്പഴക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴക്കൂട്ടാൻ അത്യാവശ്യം നല്ല മധുരത്തിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് മാമ്പഴക്കൂട്ടാൻ നല്ല മധുരം വേണം. അപ്പോൾ അമ്മ ഇടുന്ന ശർക്കര കൂടാതെ ഞാൻ 2 ശർക്കര എക്സ്ട്രാ എടുത്തിടും അമ്മ കാണാതെ. അങ്ങനെ മാമ്പഴക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മളുടെ സാമ്പാർ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ജസ്റ്റ് അടിയെ പിടിക്കാതിരിക്കാൻ സ്റ്റീലിൽ നിന്ന് മാറ്റി ഞാൻ ഈ പാനിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം. സാധാരണ സാമ്പാർ പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ്. പക്ഷേ ഇന്നെന്തോ എൻ്റെ ശ്രദ്ധ ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് സാമ്പാർ പൊടി അതിലേക്ക് ഇട്ടു. അതുകൊണ്ട് തന്നെ അത് കട്ട പിടിച്ചു. അപ്പോൾ ആ കട്ട ഉടയ്ക്കാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു കേട്ടോ. നമ്മൾ സാമ്പാർ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുക പതിവ്. ഇപ്രാവശ്യം വീട്ടിലുണ്ടാക്കിയത് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഓപ്ഷൻ കൂടാതെ നമ്മളൊരു ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയെ വാങ്ങിക്കാറുള്ളൂ. കാരണം നമ്മളുടെ സദ്യ സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ. കട്ടയിൽ കിടക്കുന്നുണ്ട്. അപ്പം കട്ടയൊക്കെ ഉടയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ആരോടും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നൈസായിട്ട് നമ്മുടെ കുഴുതലൊക്കെ വെച്ചിട്ട് ആ സാമ്പാർ പൊടിയുടെ കട്ടയൊക്കെ ഉടച്ച് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി നന്നായി തിളച്ച് വരുന്നപ്പോൾ ഏകദേശം സെറ്റായിട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആക്ച്വലി കുറച്ച് വെള്ളത്തിൽ അതൊന്ന് ചാലിച്ചൊഴിച്ചാൽ കട്ടയൊന്നും കൂടാതെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ എടുക്കുന്ന പണിയൊക്കെ എടുക്കേണ്ടി വരും. നിങ്ങൾ കണ്ടോ, ഞാൻ ആ കട്ട ഉടയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അങ്ങനെ അതൊക്കെ സെറ്റായി നല്ല സാമ്പാർ. ഇനി അത് വറുത്തിടേ വേണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കുഞ്ഞി ചീഞ്ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ വീണ്ടും കുറച്ച് കടുക് അതുപോലെ തന്നെ നമ്മൾ ഉലുവ ഇടും കേട്ടോ കുറച്ച് വറുത്തിടാൻ. അല്ലെങ്കിൽ ഒരു ഇത്തിരി ഉലുവാപ്പൊടി ഇട്ടാൽ മതി. ഞാൻ ഉലുവ ഇടുന്നത്. വറുത്തിടാൻ ഉലുവ ഇട്ടു. ആ ഉലുവ വറുത്ത് കിട്ടുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, അത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് അതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോഴും കേട്ടൂടോ ആ ശബ്ദം, അത് കുറച്ച് നന്നായിട്ട് കേട്ടു. നല്ല മണമൊക്കെ വന്ന നല്ല അടിപൊളി സദ്യ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി
ടേസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര തൃപ്തിയാണ്. കാരണം എനിക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. അങ്ങനെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ മോര് കൂട്ടാനും അതുപോലെ തന്നെ, അതായത് മാമ്പഴ കൂട്ടാനും അതുപോലെ സാമ്പാറും അവിയലും റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യക്ക് 4 വെക്കുക എന്നാ പറയാം. 4 വെക്കുക എന്ന് പറഞ്ഞാൽ സാമ്പാറുണ്ടാവും, പിന്നെ അവിയൽ, കാളൻ, പിന്നെ ഒരു മസാലക്കറി അല്ലെങ്കിൽ എരിശ്ശേരി, പിന്നെ നമ്മുടെ സ്റ്റൂ. ഇതാണ്, അല്ലെങ്കിൽ ഓലൻ. നമ്മളിവിടെ സ്റ്റൂ ആണ് കേട്ടോ വയ്ക്കുന്നത്. ഓലനല്ല എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് സ്റ്റൂ. പിന്നെ എനിക്ക് കൂടുതൽ എളുപ്പവും സ്റ്റൂ ഉണ്ടാക്കാനായതുകൊണ്ടാണ് കേട്ടോ സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ആ സാമ്പാറിൻ്റെ പാനൊക്കെ മാറ്റി അത് കഴുകി അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമ്മുടെ മെയിനായിട്ടായിട്ടുള്ള സബോള അങ്ങോട്ട് കൊടുത്തു. കുറച്ചധികം സബോള ഇട്ട് കൊടുത്താൽ കുറച്ചധികം ടേസ്റ്റ് കൂടും. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഗ്യാസ് ഉള്ളവർക്ക് പ്രശ്നമാവാതിരിക്കാനാണ്. അങ്ങനെ നന്നായിട്ട് വഴറ്റി വരിക. അപ്പോൾ വഴലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് നൈസായിട്ട് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, പെട്ടെന്ന് വഴണ്ടി കിട്ടുന്ന എല്ലാ വീട്ടമ്മമാർക്കും അറിയാമായിരിക്കും. അങ്ങനെ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പല്ല, കുറച്ച് അധികം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ ഞാൻ ഉപ്പിടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറി വരില്ലേ, ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പേസ്റ്റ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കാൻ ഒരു മടിയായതുകൊണ്ട് നമ്മൾ മേടിച്ചു വെച്ചു. സാധാരണ ഇത് നല്ലതല്ല, എന്നാലും നമ്മൾ അത്യാവശ്യത്തിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമല്ലോ. അങ്ങനെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ നല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. എന്നിട്ട് അതിൻ്റെ പച്ചമണം നന്നായി മാറി വരുമ്പോൾ നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മസാലകൾ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഇത്ര ആയിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പച്ചക്കുത്തുണ്ടല്ലോ, ഈ പൊടികളുടെയും അതുപോലെ സബോളയുടെയൊക്കെ പച്ചക്കുത്ത് അത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കുകയാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. നമ്മളൊരു പ്രൊഫഷണൽ കുക്കായ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളുടെ കാലത്തൊക്കെ ചെറിയ ചീഞ്ചട്ടിയും അങ്ങനത്തെ ഇരുമ്പിൻ്റെ ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. നല്ലതും അതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെ ആ പച്ചമണമൊക്കെ മാറി വന്ന നമ്മളുടെ കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി അടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ടൊമാറ്റോ പൂരി. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ നാടൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നാടൻ മസാലപ്പൊടി എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ പൊടിക്കാത്തത്, അതിൻ്റെ പാക്കറ്റ് വാങ്ങി കുറച്ചും കൂടെ അതിൻ്റെ ഒപ്പം കുറച്ചും കൂടെ അഡീഷണൽ പെരിഞ്ചീരകമൊക്കെ ആഡ് ചെയ്ത് നമ്മളെ അടിപൊളി മസാലക്കറി ഉണ്ടാക്കാനുള്ള മസാല ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇടുക. അങ്ങനെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയും ഈ പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കുക കേട്ടോ, അധികം ആവരുത്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ നന്നായി തിളച്ച് വരട്ടെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്ന സംഭവത്തിലേക്ക് നമ്മളുടെ മസാല കറിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഇടാം. നമ്മളിവിടെ കടലയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടിയാണ് കേട്ടോ മസാലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് അതിലൊരു കഷ്ണം മാത്രം ഇങ്ങനെ ഉടയാതെ കിടക്കുന്നുണ്ട്, കുറച്ച് വേവ് കുറവുള്ളൊരു കഷ്ണം. അതും അതുപോലെ തന്നെ നമ്മളുടെ കടലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. നമ്മൾ ഓൾറെഡി മുമ്പ് കുറച്ച് അധികം ഉപ്പിട്ടുണ്ട്, ഇതിൽ വീണ്ടും ഉപ്പിടാൻ പോയില്ല. കാരണം എനിക്ക് എപ്പോഴും പണി കിട്ടാറ് ഞാൻ ഉപ്പ് കൂട്ടിയിട്ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഏട്ടനെന്ന് വെച്ചാൽ ഉപ്പ്, ഏട്ടനെന്ന് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാർക്ക് ഉപ്പ് ഭയങ്കര കുറവ് മതി. അപ്പോൾ ആക്ച്വലി ഞാൻ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് കൂടാറുണ്ട്. പക്ഷെ ഇപ്പം ഞാനത് ശ്രദ്ധിച്ച് ഒരു നാക്കിലൊക്കെ അങ്ങോട്ട് ജീവിച്ച് പോകാട്ടോ. അങ്ങനെ അത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അടുത്ത ഐറ്റമാണ് കേട്ടോ നമ്മളുടെ സ്റ്റൂവിന് വേണ്ടി നമ്മളുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ സബോള, കനം കുറച്ച് അരിഞ്ഞ സബോളയും പിന്നെ നമ്മുടെ നാടൻ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ പാനിലേക്ക് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട്
നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂടി വെച്ച് ആ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തിട്ടുണ്ട്. സബോളയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അങ്ങനെ ഒരടുപ്പിൽ ഇസ്റ്റൂനുള്ളതും ഒരടുപ്പിൽ മസാലക്കറിക്കുള്ളതും വെച്ച് ഞാൻ നേരെ എങ്ങോട്ടാണെന്നറിയോ പോയി? നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഇതാ കത്തിച്ചു തുടങ്ങാൻ പോവാണ് നമ്മളുടെ പായസം. പായസം എന്ന് പറയുമ്പോൾ വെറും പായസമല്ല കേട്ടോ, നമ്മളുടെ അരി ഉണ്ടല്ലോ, പൊടിയരി, അത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാ പറയാ. അതായത് നമ്മുടെ അവിടെ കൃഷിയാണ്. അപ്പം ആദ്യമായിട്ടുണ്ടായ ഇപ്രാവശ്യം ഈ സീസണിലുണ്ടായ ആദ്യത്തെ നെല്ല് കുത്തിയുണ്ടാക്കിയ അരി വെച്ചുള്ള പായസമാണ്. ശർക്കരയും നാളികേരപ്പാലൊക്കെ ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് കേട്ടോ നമ്മൾ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ വേവ് നോക്കുകയാണ്, ഏകദേശം വെന്തു. എനിക്ക് എന്നാലൊരു വിശ്വാസക്കുറവായതുകൊണ്ട് ഞാൻ അമ്മോട് ഒന്ന് വേവ് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ അമ്മ വന്ന് പറഞ്ഞു, വെന്തിട്ടുണ്ട്, ഇനി ശർക്കര ഇട്ടോ എന്നൊക്കെ അമ്മ വന്ന് പറഞ്ഞു. കാരണം ഈ അരിയുടെ ഒപ്പം ശർക്കര ഇട്ട് വേവിച്ച അരി വേവാൻ ബുദ്ധിമുട്ടാത്രേ. നമ്മൾ ഉപ്പും അങ്ങനെ തന്നെയാണല്ലോ, അതുപോലെ തന്നെയാണ് ശർക്കരയും പഞ്ചസാരയും ഒക്കെ അത്രേ. ശരി ആയിക്കോട്ടെ എന്ന് വെച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് സംശയം മധുരം മതിയാവോ വെച്ചിട്ട് ഞാൻ കുറേ ശർക്കര ഇങ്ങനെ ഓരോന്ന് എണ്ണി ഇട്ട് കൊടുക്കുകയാണ്. ശർക്കരയുടെ കവറ് പൊട്ടിച്ചപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല ഒരാൾ പമ്മി എൻ്റെ സാരി പിടിച്ച് വലിച്ച് താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആരാന്നല്ലേ, നമ്മളുടെ പിറന്നാൾകൂട്ടം തന്നെ. എന്നോട് ഇതേ സംസാരിക്കുന്നുണ്ട്. ശർക്കരയാണെന്ന് അവന് മനസ്സിലായി. അവൻ വേണമെന്ന് പറഞ്ഞത് ആ വാശി പിടിക്കുമ്പോൾ എനിക്കാണെച്ചാൽ ഇത് പൊട്ടിക്കാനും പറ്റുന്നില്ല. മുഴുവൻ കൊടുത്താൽ പിന്നെ ഭക്ഷണമൊക്കെ കണക്കായിരിക്കും. അപ്പോൾ ഞാനൊരു കഷ്ണം പൊട്ടിച്ചു കൊടുത്തു. ആശാൻ ആ വഴിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിത് ശർക്കര ഇട്ടു. അപ്പോൾ എനിക്ക് വെള്ളം കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കുകയാണ്. അങ്ങനെ നന്നായി ഇളക്കി നന്നായി തീയൊക്കെ കത്തിച്ച് നല്ല അടിപൊളി പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ ശർക്കരയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പായസത്തിനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ പായസവും ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചെറുപ്പം മുതൽ ഞാൻ എല്ലാം ഒരു പരിധി വരെ കഴിക്കും. പിന്നെയും നോണാണ് കുറച്ച് കുറവ് കഴിച്ചിട്ടുള്ളതെന്ന് പറയാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നോണും കഴിക്കും. ആ സമയത്ത് നമ്മുടെ മസാലക്കറിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൂം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടും നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മസാലക്കറിയുടെയും സ്റ്റൂവിൻ്റെയും ഒക്കെ മണം വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂവിന് ഒഴിക്കാൻ വെച്ച നാളികേരപ്പാൽ കണ്ടപ്പോൾ കുറച്ച് മസാലക്കറിയിലും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഒരിത്തിരി അതിൽ നിന്നെടുത്ത് നമ്മൾ മസാലക്കറിയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. സംഭവം അടിപൊളിയാണ്. എനിക്ക് മസാലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാളികേരപ്പാൽ അതിലൊഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ചോദിക്കാറുമുണ്ട്. അതാണ് കേട്ടോ എൻ്റെ മസാലക്കറിയുടെ ഒരു ഗുട്ടൻസ്. അപ്പോൾ ഇസ്റ്റു ആയിട്ടുണ്ട്. ഇസ്റ്റു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്റ്റുവിൻ്റെ ഒരുവിധം എല്ലാ വെള്ളവും വറ്റണം കേട്ടോ. കാരണം നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് വെള്ളം വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇസ്റ്റുവിനുള്ള എല്ലാ വെള്ളവും ഒരു പരിധി വരെ നന്നായിട്ട് വറ്റിയതിന് ശേഷമേ നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുള്ളൂ. നാളികേരപ്പാൽ ഒഴിച്ചതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇസ്റ്റു തിളപ്പിക്കില്ല. കാരണം അതൊരു പിരിഞ്ഞ അവസ്ഥയിലാവും. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് വരില്ല. പിന്നെ നാളികേരപ്പാലിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ സ്റ്റൂവിന് ഈ നാളികേരപ്പാലും കൂടെ ഒഴിച്ചപ്പോൾ എന്തൊരു മണമെന്നറിയ വരുന്നത്. അപ്പോൾ സ്റ്റൂ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഈ വെള്ളം കൂട്ടണ്ട. ഇത് ചൂടാറുമ്പോൾ ഈ നാളികേരപ്പാൽ ഒന്നും കൂടെ കട്ടയിട്ട് നല്ല കുറുകുറുന്നിരിക്കുന്ന അടിപൊളി സ്റ്റൂ ആവും കേട്ടോ. അങ്ങനെ സ്റ്റൂ ടേസ്റ്റൊക്കെ നോക്കി അടിപൊളിയാണ്, കൊള്ളാം. ഉപ്പ് ഇത്തിരി കുറവുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് മസാലക്കറി അപ്പുറത്ത് ഇരുന്ന് ആവുന്നുണ്ട്. സ്റ്റൂ ചെറുതായിട്ട് തള വന്നു. അപ്പോൾ സ്റ്റൂ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് രണ്ടിലേക്കും കുറച്ച് പച്ച കറിവേപ്പിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ അതിട്ട് കൊടുത്തു കേട്ടോ. അതിട്ട് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റാണ്. അങ്ങനെ രണ്ടും ഇളക്കി എന്നിട്ട് നമ്മുടെ സ്റ്റൂ ഉണ്ടല്ലോ, സ്റ്റൂവിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നമ്മളുടെ ശുദ്ധമായ നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴാണ് സ്റ്റൂ പൂർണ്ണമാവുന്നത്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ തന്നെ വേണം. അത് വെളിച്ചെണ്ണ വേറൊന്നും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് സ്റ്റൂ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നത്. അങ്ങനെ സ്റ്റൂ വാങ്ങി വെച്ച് അടുത്തത് നമ്മളുടെ മസാലക്കറിയാണ്. മസാലക്കറിയും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റൂ നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ സ്റ്റൂവിൻ്റെയും പണി കഴിഞ്ഞു കേട്ടോ.
അങ്ങനെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില മസാലക്കറിയിൽ ഇട്ടില്ലെങ്കിൽ എനിക്ക് മസാലക്കറി ആയ പോലെ തോന്നില്ല. അപ്പം ഞാൻ കുറച്ച് മല്ലിയില ഇട്ടു. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മേലേക്ക് കുറേ ആവി അടിക്കുന്നോണ്ടേ ഞാൻ അങ്ങോട്ട് ഊതിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ചൂടിന് കുറവൊന്നുമില്ല. ഈ സീരിയൽ നടികളൊക്കെ സമ്മതിക്കണല്ലേ, ഈ കണ്ട സാരിയൊക്കെ എടുത്തിട്ട് പാചകം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇന്നും സീരിയൽ നടിയാവാൻ വേണ്ടി ശ്രമിച്ചതാണേ. എന്തായാലും കലക്കി. പക്ഷേ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മസാലക്കറിയുടെ പണിയും കഴിഞ്ഞു. നമ്മൾ നേരെ വീണ്ടും പായസത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. പായസത്തിൻ്റെ ശർക്കരയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇത് 2ാം പാലാണ് കേട്ടോ. 2ാം പാല്, ആ ഉടഞ്ഞ ശർക്കരയിലേക്ക് ഈ 2ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 2ാം പാൽ ഒഴിച്ച് അത് നന്നായി കുറുകി വരണം കേട്ടോ. 2ാം പാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നാളികേരം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ 2ാം പാല്. അങ്ങനെ 2ാം പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ ഏകദേശം ഉടഞ്ഞു. അതിലേക്ക് നല്ല കുറുകുറുന്നിരിക്കണ 1ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ആഹാ, എനിക്ക് ഇപ്പം തന്നെ കൊതി വരുന്നുണ്ടേ. ഞാൻ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഈ പായസത്തിൻ്റെ ഒക്കെ മണം എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പായസം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് മിസ്റ്റുവിന് പറഞ്ഞ പോലെ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ചുക്കുപൊടിയും ഇട്ടു. പിന്നെ വേണമെങ്കിൽ മാത്രം വറുത്തിടാം കേട്ടോ. നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തിടുന്ന പരിപാടി മാക്സിമം ഉണ്ടാവില്ല. പിന്നെ നിർബന്ധമാണ് ഈ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പായസത്തിൽ നിർബന്ധമാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം വറുത്തിട്ടാൽ മതി. നെയ്യിൽ കുറച്ച് കശുവണ്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പും അല്ലെങ്കിൽ കുറച്ച് മുന്തിരിയും കൂടെ വറുത്തിടാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ചുക്കും അതുപോലെ ജീരകവും കൂടി പൊടിച്ചതിട്ട് അവസാനിപ്പിച്ചു. അങ്ങനെ കുറച്ച് ഗണപതിക്ക് ഞാൻ അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ.